പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ സാബത്ത് ദിനത്തില് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും കർത്താവിന്റെ കരുണ വർഷിക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് യാന്ത്രികമായിട്ട് നമ്മളില് ആരൊക്കെ ബലി അർപ്പിച്ചിട്ടുണ്ടോ ഈശോയോട് നന്നായിട്ട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കണം. ഈശോയെ, ഞങ്ങൾക്ക് കുറെ കൂടി ഉണർവോടെ, കുറെ കൂടി ശക്തിയോടെ, ഇന്നത്തെ നമ്മൾ യാന്ത്രികമായിട്ടാണ് ബലിയർപ്പിച്ചെങ്കിൽ നാളെ തിങ്കളാഴ്ചത്തെ ബലിയർപ്പണം കർത്താവിന്റെ പീഡാസഹനങ്ങൾ കണ്ട്, കാൽവരിയാകം കണ്ട് ബലിയർപ്പിക്കാൻ തക്ക വിധത്തില് കർത്താവിന്റെ കരുണ നാം ഓരോരുത്തരുടെ മേലും സമൃദ്ധമായിട്ട് വർഷിക്കപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ തീക്ഷ്ണതയോടെ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്? അതാണ് പത്രോസ്ലിഹായുടെ 1-ാം ലേഖനത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ വാക്യം. 5-ാമത്തെ അധ്യായവും 1 പത്രോസ് 5:8 അവിടെ വചനം വെളിപ്പെടുത്തുകയാണ്: നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. അതുകൊണ്ട് ഇന്ന് എന്തുകൊണ്ടാണ് ഇതുപോലെ തീക്ഷ്ണതയോടെ ബലിയർപ്പിക്കുന്നതൊക്കെ പറയണമെന്ന് അറിയാവോ? അത് ഇന്നത്തെ വചനം അതാണ്. 1 പത്രോസ്ലിഹായുടെ ലേഖനത്തിലെ 5:8 വചനം വെളിപ്പെടുത്താണ്: നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. അതായത് അലറുന്ന സിംഹം, അതായത് ആക്രമിക്കാനായിട്ട് വെന്തൽ കൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ ശത്രുവായ പിശാച് എങ്ങനെയാ? അലറുന്ന സിംഹത്തെ പോലെ. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ നമ്മുടെ ശത്രു പതിഞ്ഞിരുന്ന് ആക്രമിക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ അലസമായും അശ്രദ്ധമായിട്ടും യേശുവിന്റെ കാൽവരി ബലി അർപ്പിക്കുകയാണെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, തിന്മ ഒരു നൂല് കെട്ടി നമ്മുടെ കുടുംബത്തിലേക്ക് ഇറങ്ങുന്നത് പോലെ ഇറങ്ങിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. പലരും അച്ഛനോട് ഈ കാലഘട്ടത്തിൽ പറയാറുള്ള, എന്റെ അച്ഛ, എല്ലാ അനർത്ഥങ്ങളും, എല്ലാ ദുരന്തങ്ങളും, എല്ലാ രോഗങ്ങളും ഒരു നൂല് കെട്ടി വീട്ടിലേക്ക് ഇറക്കിയാലെന്നത് പോലെയാണ് കുടുംബത്തിലേക്ക് വരുന്നത്. അപ്പൊ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ബലിയർപ്പണം എങ്ങനെയാണ്? നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന എങ്ങനെയാണ്? നിങ്ങളുടെ പരിഹാര പ്രാർത്ഥനകൾ എങ്ങനെയാണ്? നിങ്ങളുടെ കുംഭസാരം എങ്ങനെയാണ്? അപ്പൊ അവർ പറയാറുണ്ട്, അതൊക്കെ യാന്ത്രികമാണ് അച്ഛാന്ന് പറയാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നൂലല്ല ടൈംഗീസ് കെട്ടിയിട്ട് ഇറങ്ങുന്ന പോലെ നമുക്ക് തോന്നും, പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ആശീർവാദം നമ്മൾ സ്വീകരിക്കുമ്പോൾ ഉള്ളോണ്ട് നമ്മുടെ പ്രാർത്ഥന, കാരണം പ്രിയ സഹോദരങ്ങൾ, തിന്മ അതുപോലെ നമ്മെ വേട്ടയാടി പിടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ഉണർവോടെ, ശക്തിയോടെ, അഭിഷേകത്തോടെ ചെയ്യാൻ തക്ക വിധത്തില് ദൈവത്തിന്റെ കരുണ നിങ്ങളുടെ മേലെ വർഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും ഓരോ മകളെയും അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണമേ. നിങ്ങളെ ഓരോരുത്തരെയും ആത്മാവിൽ കണ്ടുകൊണ്ട് നിങ്ങളെ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.